വളരെ പ്രധാനപ്പെട്ട ഈ മണിക്കൂറിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് പോകുന്നത്. കേരള രാഷ്ട്രീയത്തിൽ നിർണായക ചുവടുവയ്പുമായി ബി.ജെ.പി നേതൃത്വം 2020 എൻ.ഡി.എയിലേക്ക് എത്തും എന്ന് ഉറപ്പായിരിക്കുന്നു. ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും 2020 പാർട്ടി അധ്യക്ഷൻ സാബു എം ജേക്കബും തമ്മിൽ കൊച്ചിയിൽ വെച്ച് നടത്തിയ നിർണായക കൂടിക്കാഴ്ചയിലാണ് വളരെ പ്രധാനപ്പെട്ട തീരുമാനം ഉണ്ടായിരിക്കുന്നത്. കിഴക്കമ്പലം ആസ്ഥാനമായുള്ള 2020 പാർട്ടി എൻ.ഡി.എയുടെ ഭാഗമാകുമെന്ന് ഉറപ്പായിരിക്കുന്നു. വൈകാതെ തന്നെ പ്രഖ്യാപനം ഉണ്ടാകും എന്നാണ് വ്യക്തമാകുന്നത്. കേരളത്തിൽ ആസന്നമായ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ മുന്നേറ്റം ലക്ഷ്യമിട്ടിട്ടുള്ള നീക്കങ്ങളാണ് ബി.ജെ.പി ആസൂത്രണം ചെയ്യുന്നത്. അതിനിടയിലാണ് ഇത്തരത്തിൽ നിർണായകമായ ഒരു വാർത്ത പുറത്തുവരുന്നത്. 2020 ബി.ജെ.പി മുന്നണിയിൽ എത്തുന്നത് എറണാകുളത്ത് വലിയ ഗുണം ചെയ്യും എന്നാണ് ബി.ജെ.പി കണക്ക് കൂട്ടുന്നത്. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ സ്വാധീനം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള ബി.ജെ.പിയുടെ സുപ്രധാനമായ നീക്കം സംസ്ഥാനത്തെ രാഷ്ട്രീയ സമവാക്യങ്ങളിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിതെളിക്കാം. കേരള രാഷ്ട്രീയത്തിൽ നിർണായക ചുവടുവെപ്പാണ് ഇപ്പോൾ ഈ ഒരു തീരുമാനത്തോടുകൂടി 2020 എൻ.ഡി.എയിലേക്ക് എത്തുമെന്നുള്ള ആ ഒരു തീരുമാനത്തിലോടുകൂടി ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. സാബു എം ജേക്കബും അതുപോലെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിൽ ഇതിനു മുൻപുണ്ടായിട്ടുള്ള പല അഭിപ്രായ വ്യത്യാസങ്ങളുടെയും ഭാഗമായിട്ടാണ് തന്റെ വലിയ ബിസിനസ് സാമ്രാജ്യമായ കിറ്റെക്സ് അദ്ദേഹം കേരളത്തിൽ നിന്ന് മാറ്റിക്കൊണ്ടുവന്നത്. ഒരു അവസരത്തിൽ കേരള മുഖ്യമന്ത്രി പിണറായി വിജയനുമായി വളരെ നല്ല ഒരു അടുപ്പം കാത്തു സൂക്ഷിച്ചിരുന്ന ആളായിരുന്നു സാബു എം ജേക്കബ്. എന്നാൽ കിറ്റെക്സുമായുള്ള ഈ പ്രശ്നങ്ങൾ ഉരുത്തിരിഞ്ഞതോടുകൂടിയാണ് അവിടെ വലിയൊരു മാറ്റം ഉണ്ടായത്. സാബു ജേക്കബിന്റെ നേതൃത്വത്തിലുള്ള 2020 എൻ.ഡി.എയിലേക്ക് എന്നുള്ള ഈ വാർത്തകൾ പുറത്തു വരുമ്പോൾ ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ വലിയൊരു നേട്ടമായി തന്നെയാണ് അത് കണക്ക് കൂട്ടുന്നത്. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇരുവരും മുന്നണി പ്രവേശനം പ്രഖ്യാപിച്ചേക്കും എന്നാണ് അറിയുന്നത്. 2020 രൂപീകരണത്തിന് ശേഷം ഇതാദ്യമായിട്ടാണ് പാർട്ടി ഒരു പ്രധാന മുന്നണിയുടെ ഭാഗമാകാൻ ഒരുങ്ങുന്നത്. തിരുവനന്തപുരത്തെ മാരാർജി ഭവനിലാണ് സാബു ജേക്കബും രാജീവ് ചന്ദ്രശേഖറും കൂടിക്കാഴ്ച നടത്തിയത്. അടുത്ത ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തലസ്ഥാനത്തെത്താൻ ഇരിക്കവെയാണ് നിർണായകമായ നീക്കം. 2022-23 സാമ്പത്തിക വർഷത്തിൽ CPM-ന് കേരളത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ സംഭാവന ലഭിച്ചത് കിറ്റെക്സ് ഗ്രൂപ്പിൽ നിന്നായിരുന്നു. കിറ്റെക്സ് മുതലാളി സാബു ജേക്കബിനെയും അദ്ദേഹം നേതൃത്വം നൽകുന്ന 2020 പാർട്ടിയെയും പ്രത്യക്ഷത്തിൽ ഇപ്പോൾ CPM-ന്റെ ശത്രുക്കളാണ്. 2020-ക്ക് നേതൃത്വം നൽകുന്നത് മൂലമുള്ള രാഷ്ട്രീയ വൈരാഗ്യം മൂലം കിറ്റെക്സ് ഫാക്ടറിയിൽ ഒന്നല്ല നിരവധി തവണ റെയ്ഡുകളാണ് CPM തങ്ങളുടെ ഭരണകാലയളവിൽ ഒന്നിനു പിറകെ ഒന്നായി നടത്തിയത്. അങ്ങനെ കിറ്റെക്സിനെ ഈ നാട്ടിൽ നിന്നും കെട്ടുകെട്ടിക്കുകയായിരുന്നു CPM ഭരണ നേതൃത്വം. CPM-ന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന ഉപദ്രവങ്ങളെ തുടർന്നാണ് സാബു ജേക്കബ് തെലങ്കാനയിൽ 3000 കോടി രൂപയുടെ നിക്ഷേപം നടത്തിയത്. CPM പ്രവർത്തകരുടെ മർദ്ദനമേറ്റ് 2020 ഭരിക്കുന്ന കിഴക്കമ്പലത്തെ പ്രവർത്തകൻ കൊല്ലപ്പെട്ട സംഭവവും ഉണ്ടായിട്ടുണ്ട്. CPM-ന് സംഭാവന നൽകിയത് സാമാന്യ മര്യാദ എന്ന നിലയിലാണ് എന്നായിരുന്നു കിറ്റെക്സ് ഗ്രൂപ്പ് ചെയർമാനായ സാബു എം ജേക്കബ് ആ നാളുകളിൽ പ്രതികരിച്ചിരുന്നത്. എന്നാൽ CPM-നെ പേടിച്ചല്ല പണം നൽകിയതെന്നും തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് സമയത്താണ് പണം സംഭാവന നൽകിയതെന്നും അദ്ദേഹം അറിയിച്ചിരുന്നു. എന്തായാലും ഇവർ തമ്മിൽ ഒരു വലിയൊരു സ്പർദ്ധ നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കഴിഞ്ഞ കാലങ്ങളിൽ കടന്നുപോയത്. അത് തന്നെയാണ് അദ്ദേഹത്തിന്റെ ആ ഒരു ചുവടുമാറ്റത്തിന്റെ പിന്നിലുണ്ടായിരുന്ന ഒരു പ്രധാന ലക്ഷ്യവും. എന്തായാലും കിറ്റെക്സിന്റെ MD സാബു ജേക്കബിന്റെ നേതൃത്വത്തിലുള്ള 2020 നേതൃത്വം എൻ.ഡി.എയിലേക്ക് വരുമ്പോൾ അത് വലിയൊരു തിരിച്ചടിയാണ് കേരള നേതൃത്വത്തിന്, കേരള സർക്കാരിന് സമ്മാനിക്കുന്നത്. ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. ന്യൂസ് ഡെസ്ക് കർമാനസ്. റിപ്പീറ്റ് ഇല്ലേ?